ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴ തുടങ്ങിയതോടെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കുട്ടനാട്. കുട്ടനാട്ടിലെ പൊതുജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. എടത്വ തലവടിയിലും അമ്പലപ്പുഴയിലും ശക്തമായ കാറ്റിൽ വീടുകൾ തകർന്നു. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, കുട്ടനാട്ടിലെ സാഹചര്യം എന്താണ്? കൂടാതെ ജില്ലയിൽ വലിയ മഴക്കെടുതികൾ ഉണ്ടോ? വേണുഗോപാലകൃഷ്ണൻ, ഇന്ന് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ 5 മണിക്കൂർ ജില്ലയിലെമ്പാടും തകർത്ത് മഴ പെയ്തു. അതായത് അരൂർ മുതൽ കായംകുളം വരെയുള്ള പ്രദേശം, ഒപ്പം തന്നെ തീരപ്രദേശങ്ങളും കുട്ടനാട് ചങ്ങനാശ്ശേരി വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ മഴ പെയ്തു. ആലപ്പുഴ നഗരത്തിൽ മാവേലിക്കര, ചെങ്ങന്നൂർ, ചേർത്തല, കായംകുളം തുടങ്ങിയ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ, മാന്നാർ തുടങ്ങിയ നഗരപ്രദേശങ്ങളിൽ വെള്ളം കയറിയ നിലവിൽ നിൽക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ കൊമ്മാടിയിലാണ്. ഇവിടെ കൊമ്മാടിയിൽ AS കനാലാണ്, ആലപ്പുഴ ചേർത്തല കനാലാണിത്. ആലപ്പുഴ ചേർത്തല കനാലിൽ കൊമ്മാടിയിൽ ഒരു പാലം പണിക്ക് വേണ്ടിയിട്ട് നേരത്തെ ബണ്ട് കെട്ടി ഉറപ്പിച്ചിരുന്നു. ആ പാലം പണിക്ക് വേണ്ടിയിട്ട് അത് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ബണ്ട് കെട്ടി ഉറപ്പിച്ചത്. പക്ഷേ വെള്ളം കൂടുതലായി എത്തിയതിനെ തുടർന്ന് ആ ബണ്ട് പൊളിച്ചു മാറ്റേണ്ട രീതിയാണ്. അങ്ങനെ പൊളിച്ചു മാറ്റുകയാണ്. നിലവിൽ അത്രത്തോളം വെള്ളം വന്ന് നിറഞ്ഞ് ആ ബണ്ട് വെള്ളം വന്ന് നിറഞ്ഞതോടുകൂടി തന്നെ സമീപത്തെ റോഡുകളിലേക്കും ഈ കൊമ്പാടിയിലെ ആകെ വീടുകളിലേക്കും ഒക്കെ തന്നെ ഈ വെള്ളം കയറിയതിനെ തുടർന്നാണ് ബണ്ട് അടിയന്തരമായി തന്നെ പൊളിക്കാൻ നഗരസഭ തീരുമാനിച്ചത്. ഒപ്പം തന്നെ ആലപ്പുഴ MLA PP ചിത്രഞ്ജൻ അടക്കമുള്ള ആളുകളാണ് ഇതിന് അനുമതി കൊടുത്ത് ഈ ബണ്ട് പൊളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ AS കനാലിൽ നേരത്തെ പാലം പണിക്ക് വേണ്ടി പണിത ബണ്ട് മഴക്കാലത്ത് ഈ മഴയിൽ വെള്ളം പൊങ്ങിയതോടുകൂടി തന്നെ AS കനാലിലെ ബണ്ട് പൊളിക്കേണ്ട സാഹചര്യം എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നഗരത്തിൽ ഏകദേശം ഒരു 2 മണിക്കൂർ പെയ്ത തകർത്ത മഴയിലൊക്കെ വലിയ വെള്ളക്കെട്ടുണ്ടായി. പക്ഷേ അത് അതുപോലെ തന്നെ ഒഴുകിപ്പോകുന്ന ഈ കനാലിൽ കൂടെയൊക്കെ തന്നെ പെട്ടെന്ന് ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. നിലവിൽ ആലപ്പുഴ ജില്ലയിൽ വെയിൽ വന്നിട്ടുണ്ട്. പക്ഷേ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ്. കിഴക്കൻ വെള്ളം ഒഴുകിയെത്തുന്നു. മീനച്ചിലാർ, മണിമലയാർ, പമ്പയാർ, അച്ചൻകോവിലാർ തുടങ്ങിയ ആറുകളിൽ നിന്നുള്ള വെള്ളം ഒക്കെ തന്നെ കുട്ടനാട് മേഖലയിലേക്ക് എത്തുന്നത് കൊണ്ട് കുട്ടനാട്ടിൽ സ്ഥിതി ആശങ്കാജനകമാണ്. അവിടെ കരകൃഷി ചെയ്യുന്ന അപ്പർ കുട്ടനാട്ടിലെ എടത്വ, തലവടി, തായങ്കരി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്കൊക്കെ തന്നെ വലിയ ആശങ്കയുണ്ട്. അത് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇനിയും മഴ പെയ്താൽ വലിയ ആശങ്ക അവിടെ ഉണ്ടാകും. ഒപ്പം തന്നെ പൊതുജലാശയങ്ങളടക്കം ഈ ജലനിരപ്പ് കുറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ അന്ധകാരനഴി പൊഴി, ഒപ്പം തന്നെ തോട്ടപ്പള്ളി പൊഴി തുറന്നു വിട്ടത് കൊണ്ട് തന്നെ വലിയ തോതിൽ ജലം ഈ 2 പൊഴികളിലൂടെ ഒഴുകി പോകുന്നുമുണ്ട്. വേണുഗോപാലകൃഷ്ണൻ. മനീഷ് മഹിവാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.